ഫ്രാൻസിൽ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത് അംഗരാജ്യങ്ങളുടെ സംയുക്ത പ്രഖ്യാപനം. യുക്രൈനുള്ള പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കിയ നേതാക്കൾ ഇൻഡോ പസഫിക് സുരക്ഷ, ഊർജ്ജ പ്രതിരോധം, വിതരണ ശൃംഖലയുടെ സ്ഥിരത എന്നിവയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്തു. ബുധനാഴ്ചയാണ് നേതാക്കൾ സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിലെ പ്രസ്താവനയിൽ യുക്രൈന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും G7 നേതാക്കൾ അപഞ്ചലമായ പിന്തുണ പ്രഖ്യാപിച്ചു. റഷ്യയുമായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കീവിന്റെ സൈനിക ഊർജ്ജശേഷി വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ പോരാടുന്ന യുക്രൈന് പിന്തുണ നൽകുന്നതിൽ G7 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. യുക്രൈന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്റർസെപ്റ്ററുകൾ, ദീർഘദൂര ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ എന്നിവ നൽകുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ ലൈസൻസിംഗ് ക്രമീകരണങ്ങളിലൂടെ യുക്രൈന്റെ ആഭ്യന്തര സൈനിക ഉൽപാദനം വിപുലീകരിക്കുന്നതിനുള്ള നടപടികളും പരിഗണനയിലുണ്ട്. വരാനിരിക്കുന്ന ശൈത്യകാലത്തിന് മുന്നോടിയായി യുക്രൈന്റെ ഊർജ്ജ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ പിന്തുണ നൽകാനും തീരുമാനിച്ചു. എണ്ണ, വാതക മേഖലകളെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ ശക്തമായ ഉപരോധങ്ങളിലൂടെ റഷ്യയുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുമെന്നും പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് G7 രാജ്യങ്ങളുടെ പ്രസ്താവന പുറത്തുവരുന്നത്. ഉത്തരവാദിത്തപൂർണവും ഗൗരവമേറിയതുമായ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് മോസ്കോയിലേക്ക് വരാമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മോസ്കോയും കീവും തമ്മിൽ നിലവിൽ ഔദ്യോഗിക ആശയവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന G7 യുക്രൈൻ സെഷനിലെ തീരുമാനങ്ങളെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വാഗതം ചെയ്തു. കൂടുതൽ വ്യോമ പ്രതിരോധ മിസൈലുകൾ ലഭ്യമാക്കുക, ശൈത്യകാല പിന്തുണ ഉറപ്പാക്കുക, റഷ്യയ്ക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളിലും G7 നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഉയർന്നുവരുന്ന സമാധാന കരാറിനെ അവർ സ്വാഗതം ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനും അവരുടെ പ്രാദേശിക ബാലിസ്റ്റിക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനുമുള്ള മികച്ച അവസരമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. കരാർ നടപ്പിലാക്കുന്നതിന് സംഭാവന നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ നേതാക്കൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഉൾപ്പെടെയുള്ള പ്രാദേശിക, അന്തർദേശീയ പങ്കാളികളെ ഉൾപ്പെടുത്തിയുള്ള വിപുലമായ നയതന്ത്ര ചർച്ചകളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നിയന്ത്രണങ്ങളില്ലാത്ത ഗതാഗതത്തിനുള്ള പിന്തുണ പ്രഖ്യാപനത്തിൽ ആവർത്തിച്ചു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സമുദ്ര ഗതാഗതം പുനരാരംഭിക്കുന്നതിനും ഫ്രാൻസും ബ്രിട്ടനും നേതൃത്വം നൽകുന്ന ബഹുരാഷ്ട്ര മുൻകൈകൾക്ക് ഉച്ചകോടി അംഗീകാരം നൽകി. ഹോർമുസ് കടലിടുക്കിൽ അടുത്തിടെയുണ്ടായ തടസ്സങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ നേതാക്കൾ ആഗോള ഊർജ്ജ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കുന്നതിനും ഊർജ്ജശേഖരം വർദ്ധിപ്പിക്കുന്നതും വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. വരും വർഷങ്ങളിൽ കാനഡയിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ലഭ്യമാക്കാനുള്ള സാധ്യതകളെയും അവർ സ്വാഗതം ചെയ്തു. ഈ ആഴ്ച അവസാനം സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെക്കാനിരിക്കെയാണ് G7 രാജ്യങ്ങളുടെ പ്രസ്താവന പുറത്തുവരുന്നത്. ഒപ്പുവെക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട കക്ഷികളുമായി നയതന്ത്ര കൂടിയാലോചനകൾ നടക്കുകയാണെന്ന് സ്വിസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ലെബനനിൽ ഉടനടി ശക്തമായ വെടിനിർത്തൽ വേണമെന്ന് G7 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലെബനൻ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളെ ഉച്ചകോടി പിന്തുണച്ചു. ഗാസയിലെ മാനുഷിക സഹായങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത നേതാക്കൾ വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.